ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെർച്വൽ ആധാർ കാർഡിലെ PDF-ൻ്റെ പാസ്വേഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെർച്വൽ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, എങ്ങനെയാണ് വെർച്വൽ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആധാർ നമ്മുടെ നെയിമിൻ്റെ 4 ക്യാപ്സ് 4 ലെറ്റർ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ടൈമും നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ പാസ്വേഡ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ PDF-ൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് അതേപോലെയുള്ള വെബ്സൈറ്റിലൂടെ നമ്മുടെ ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് അതൊരു ഇഷ്യൂ ആകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുള്ള തേർഡ് പാർട്ടി ആപ്പൊന്നും ഉപയോഗിക്കാതെ, അതേപോലെ ഓൺലൈൻ വെബ്സൈറ്റുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ആധാർ കാർഡാണ് ഇവിടെ. ഇതാണ് എൻ്റെ ആധാർ കാർഡ്. ഇത് ഞാൻ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് കളയാം. ഇതെങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ അതിൻ്റെ പാസ്വേഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള വേർഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആക്കി വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഫയൽസിൽ പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആധാർ പാത്ത് ഇതിലോട്ട് കാണിച്ചു കൊടുത്തിട്ട് ഓപ്പൺ കൊടുക്കാം. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ PDF-ൻ്റെ പാസ്വേഡ്, അതായത് വെർച്വൽ ID കാർഡ് ആധാർ കാർഡിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു എറർ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ആധാർ കാർഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ ഒരു വേർഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനേബിൾ എഡിറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഇതിൽ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഞാനിത് എടുത്ത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എനേബിൾ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. നിങ്ങളുടെ അങ്ങനെ എനേബിൾ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനേബിൾ എഡിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു വട്ടം പാസ്വേഡ് ചോദിക്കും. സെയിം പാസ്വേഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ആയി വന്നതിന് ശേഷം നമുക്കിത് ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടത്, ഞാൻ ഡൗൺലോഡ്സിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ PDF ആയിട്ട് വേർഡ് മാറ്റി PDF ആയിട്ട് ഞാൻ ഇത് സേവ് ചെയ്യുന്നുണ്ട്. ദെൻ സേവ് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഇത് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആധാറിൻ്റെ PDF ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പാസ്വേഡ് ഇല്ലാതെ നമുക്കത് ഡയറക്റ്റ് ഓപ്പൺ ആക്കാം. ഇതിലേറെ സിമ്പിളായിട്ട് ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. PDF റിമൂവ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമുക്കിങ്ങനെ നമ്മുടെ ആധാറിലൊക്കെ ആകുമ്പോൾ ഇതേപോലെ തേർഡ് പാർട്ടി വെബ്സൈറ്റിലെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമ്മുടെ ആധാറിൻ്റെ എന്നല്ല ഏതൊരു PDF-ൻ്റെയും പാസ്വേഡ് ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.